നിങ്ങളിപ്പോ എന്നെ വിളിച്ചു വരുത്തി എന്തിനായിരുന്നു? എന്നെ ക്ലാസ്സിൽ നിന്ന് എന്നോട് വിളിച്ച് നിങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. നിങ്ങളോട് ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇതുവരെ വാദമൊന്നുമില്ല, ഒന്നും ഇന്നിട്ട് കേട്ടിട്ടില്ല. നിങ്ങളൊന്ന് പറയൂ, എന്തിനായിരുന്നു നിങ്ങൾ എന്നെ വിളിച്ചത്? പറയൂ. ഞാൻ രാവിലെ മാസെടുത്ത് വന്നു, സംഗതി ഇങ്ങനെ വിഷയം പറഞ്ഞു, അങ്ങനൊരു സംശയമുണ്ട്. അപ്പൊ ആ നിലക്ക് ക്യാമറന്റെ കാര്യം പറഞ്ഞില്ല, അപ്പൊ ആ നിലക്ക് ഒരാള് വരും എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് മാഷ് അതിന്റെ മുമ്പിൽ ദിവസം നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ആയിക്കോട്ടെ, നിങ്ങളെ ഇബാറത്തുകൾ ഞാൻ നോക്കി, നിങ്ങൾ ഇബാറത്തുകൾ ഞാൻ നോക്കി, അതില് ഒരു പ്രശ്നവുമില്ല, അതില് ചുരുക്കേ ഇല്ല എന്ന് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, റസൂൽ തന്നെ ഖബറിന്റെ അടുത്ത് പോയി ശുപാർശ തന്നെ ചെറുക്കല്ലേ അല്ലാന്ന് അല്ലേ? അല്ലാതെ പറഞ്ഞു നിങ്ങള് ഖബറിന്റെ അടുത്ത് പോയി യാ റസൂലല്ലാഹ് വഖദ് ജിത്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബിന്ന് റസൂലുള്ളാഹി നേരെ ഹിതാബോട് കൂടി ശുപാർശ തേടിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ആ വാചകത്തിൽ ഇല്ല എന്നാണോ നിങ്ങളുടെ വാദം? അവിടെ ശിർക്കില്ല എന്നാണോ വാദം? ഈ ശുപാർശ തേടലുണ്ടോ? അവരുടെ അടുത്ത് പോയി ശുപാർശ തേടലുണ്ടോ? അതിന് അതെ അല്ല അതല്ല ഇത് വായിച്ച അർത്ഥം അതിന്റെ അർത്ഥം എന്താ? പിന്നെ അതിന്റെ അർത്ഥം എന്താ? പിന്നെ അതിന്റെ അർത്ഥം ഉണ്ടാവുമല്ലോ. മഞ്ഞളൊന്നുമില്ല ഇവിടെ, മഞ്ഞളാണ്ട് ആവശ്യമില്ലല്ലോ. അവസരം എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധമില്ലാണ്ടാണ് നിങ്ങൾ എന്നോട് പറഞ്ഞ ചെറിയ കുട്ടികൾ സംശയമുണ്ട്. അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട, ചെറിയ കുട്ടീനെ സ്ഥാപിക്കാൻ കഴിയെങ്കിൽ നിങ്ങൾ ആ മാതിരി വർത്താൻ പറയുന്നത് പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അഭിമുഖം പറ്റുമെന്ന് പറയും. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ചെറിയ കുട്ടിയായതാണ് വലിപ്പം കൂടിയതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ വിടാലോ. നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, വലിപ്പം കൂടിയതാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ വിടാം. ഞാൻ ഈ വിഷയത്തിൽ പുതിയ വർത്തമാനം നിങ്ങൾ പറ. അതിന് എന്നോട് പറഞ്ഞ തവസ്സുലാണ് ഇല്ലായിരുന്നു, തവസ്സുലാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അപകടങ്ങളൊന്നും ഇല്ലാതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. തവസ്സുൽ മരണാനന്തര തവസ്സുലിന്റെ വിധി എന്ത്? ഒന്ന്, അവിടെ തവസ്സുല് മാത്രമേ ഉള്ളൂ, ഇസ്തിഹാസ ഇല്ല എന്നാണോ? രണ്ട്, മൂന്നാമത്തത് നബിമാമ ഉമ്മക്ക് മുമ്പ് വേറെ ഇതിനെതിരായി പറഞ്ഞിട്ടുണ്ടോ? നാല്, അഞ്ച് നബിമാമ അംഗീകരിച്ചിട്ട് പറഞ്ഞതാണോ അല്ലയോ? ഇതാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. ആവർത്തിച്ച് പറയണത്. നബിമാവിന്റെ ഇസ്തിഹാസങ്ങളാണെങ്കിൽ കൂടുതൽ അവസരം കൊടുക്കാം. ആലോചിച്ച് പറഞ്ഞ വിഷയമാണല്ലോ ശരിക്കും. അതെ അതെ, എന്ത് ചെയ്താലും ശരിക്കും ശരിക്കില്ല. അതൊന്നും അല്ല, അയാൾ പറയട്ടെ. അല്ല, ഇവിടെ ഈ ശരിക്കും എന്നിട്ട് അങ്ങനെയല്ല പറഞ്ഞത്. വായിച്ചർത്ഥം അങ്ങനെ ഒരു സംഗതിയിൽ ഇടപെടാത്ത അങ്ങനെ ഒരു കാര്യം അല്ല. നിങ്ങളെ പറയണ്ടല്ലോ, ഒരു കുട്ടി വന്നുകൊണ്ട് വേണ്ട വേണ്ട, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നില്ല, അദ്ദേഹത്തോടെ ചോദിക്കുന്നത്. നിങ്ങൾ അതിൽ ഇടപെടില്ലല്ലോ. ഉപര പറയട്ടെ. അജ്മലൊന്നുമില്ല, അജ്മലിന നിങ്ങൾ അജ്മലിനോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു. ആ ഉത്തരം ഒന്നും ഇവിടെ പറഞ്ഞാൽ അജ്മലിനോട് പറഞ്ഞു കിട്ടിയ ഉത്തരം കിട്ടിയെന്ന് അജ്മലിനോട് പറഞ്ഞു. ആ ഉത്തരം എന്താണ്? അത് നിങ്ങൾ അല്ല എന്ത് ഞാൻ തെളിച്ചാൽ മതിയോ? അതില്ല അദ്ദേഹം. ഓക്കെ, ثم يرجع إلى موقفه الأول.
ഖുബാലത്ത് വജ്ഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഫയലാണ് അത്. തുമ്മ യർജി. ചെറിയൊരു ഫയലാണ്. അത് ഈ സിയാറത്ത് ചെയ്യുന്ന ആള് ആളെ പറഞ്ഞത് ഇല്ലില്ല. അതിനെ സിയാറത്ത് പറയാം. വിദ്യാർത്ഥികളുടെ മസല പഠിപ്പിക്കാണ്, അതിന്റെ രൂപം പഠിപ്പിക്കും. അല്ല എറിജിയുടെ ഫയൽ ഉണ്ടാവില്ല. ഫയൽ സാഹിറാണ് വിദ്യാർത്ഥി ചെയ്യുന്ന ആള്. ബാബു സിയാറത്ത് ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൾക്കാർ ഒപ്പിക്കൂല. ഇയാള് ഫിസിക്സിന്റെ മാസ്റ്ററാണ്. അന്നഹു യംബഗി ലികുല്ലി മൻ ഹജ്ജ ലികുല്ലി മൻ ഹജ്ജ അൻ യതവജ്ജഹു ഇലാ സിയാറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്ലുൻ ഫീ സിയാറത്തി ഖബറി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅൽകാരിഹാ يعلم أنه ينبغي لكل من حج أن يتوجه إلى زيارة رسول الله صلى الله عليه وسلم سواء كان ذلك أو لم يكن وإن كان قد أوصاه أحد بالسلام على رسول الله صلى الله عليه وسلم قال السلام أوصاه أحد أوصاه أحد فاعل أوصل فاعل مسلاتنا مجديد قال السلام عليك يا رسول الله من فلان بن فلان ثم يتأخر قدر ذراع إلى جهة يمينه فيسلم على أبي بكر رضي الله عنه ثم يتأخر ذراعا آخر فيسلم على عمر رضي الله عنهما ثم يرجع إلى موقفه الأفضل قبالة وجه رسول الله صلى الله عليه وسلم فيتوسل അല്ല, അപ്പൊ വിദ്യാർത്ഥിയുടെ ഫയൽ തിരിഞ്ഞോ? زائر അല്ല, തിരിഞ്ഞോ? സാഹിറിനായില്ലല്ലോ. സാഹിർ എന്ന് പറഞ്ഞ ആള് لكل من حج زيارة ഈ മന്നെ لكل من حج زيارة رسول الله صلى الله عليه وسلم വിദ്യാർത്ഥി ചെയ്യാൻ അതേ അതേ ഭാഗത്താണ് അതെ. ഇത് ഈ കിതാബ് ഏതാണ്? അപ്പോ എന്നിട്ടാണ് അല്ല അപ്പൊ ഫയൽ തീർന്നു. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് അതെ, തുമ്മയർജിയോ ثم يرجع إلى موقف الأول قبالة وجه رسول الله صلى الله عليه وسلم ويتوسل به في حق نفسه. പറഞ്ഞോളൂ. നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോ എതിരുണ്ടെന്ന് അയാളുടെ കാര്യത്തിന് വേണ്ടി റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കണം. റസൂലുള്ളാഹിനോട് അള്ളാഹുവിലേക്ക് ശുപാർശ തേടണം. ഇത് വഫാത്തിന് ശേഷം ശുപാർശ തേടണം എന്ന് പറഞ്ഞ ഭാഗം ഈ ശിർക്കാണോ അല്ലയോ? ഷഫായത്ത് ശിർക്കാണോ അല്ലയോ? മരിച്ചുപോയ റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് തേടൽ. റസൂലുള്ളാഹിക്ക് ഷഫായത്ത് കൊടുക്കാൻ പാടുണ്ടോ? അല്ല, അതല്ല, ചർച്ചതല്ല. നബിയോട് ശഫാഅത്ത് ഈ ഫായർ അല്ല, നമ്മൾ ഫായൽ ചോദിച്ചല്ലോ. നബിയോട് ശഫാഅത്ത് തേടൽ അല്ല, ഫായൽ ചോദിച്ചല്ലോ. അത് ഈ സിയാറത്ത് ചെയ്യുന്ന അല്ല, മുഹമ്മദ് നബിക്ക് ഉണ്ടോ ഇല്ലെന്നുള്ള വേറെ, ജീവിതത്തിൽ കഴിവുണ്ടോ ഇല്ലെന്നുള്ള വേറെ ചിന്തിക്കാം. ശഫാഅത്ത് തേടൽ ശിർക്കാണോ അല്ലേ? സിയാറത്ത് ചെയ്യുന്ന ആള് തവസ്സുലാക്കുകയും റസൂലുള്ളാഹിനോട് കബറിക്കിടക്കുന്ന റസൂലുള്ളാഹിനോട് വഫാത്തായ റസൂലുള്ളാഹിനോട് ശുപാർശ തേടുകയും വേണം. ഇതാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇനി ഇതിനായിട്ടൊന്നും പറയാനുണ്ടോ? പറഞ്ഞോളൂ. അല്ല, വായിക്കാൻ പറഞ്ഞേ. അതെ, ഇത് ഈ ശുപാർശ തേടലിൽ ഇല്ല എന്നാണോ അയാളെ വാദം? അങ്ങനെയുണ്ടോ? വാദമുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ ഈ മറ്റേ നമ്മുടെ എന്താ ചങ്ങ അതായത് ഒരുപാട് ഭാഷ അറിയുന്ന ഒരു ഭാഷ അതുപോലെ പറയല്ല. നിങ്ങൾ പറ, ഇതിലുണ്ടോ ഇല്ലയോ?